ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ചിക്കൻ കടായിയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു കടായി ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരുപാട് സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കണേ. അടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ആ അടുപ്പിനെ കുറിച്ച് പറയാൻ ഒരുപാട് ആൾക്കാർ ചോദിച്ചു. അതിൽ കത്തുന്നുണ്ടോ, വിറക് ഒരുപാട് വേണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്ക് ഈസി ആയിട്ട് തോന്നിയത്, ഒരുപാട് വിറകൊന്നും വേണ്ട, നന്നായിട്ട് പാളി കത്തുന്നുണ്ട്, നല്ലോണം ചൂടുമുണ്ട്. ഞാനൊരു കൊള്ളി വിറകും പിന്നെ ചിരട്ടയും അതുപോലെ ചകിരി ചെറുതാക്കിയിട്ട് ചകിരിയും വെച്ച് കൊടുത്തു. ഒരു കൊള്ളി മതി വിറകിൻ്റെ. പിന്നെ കൂടുതലും ചിരട്ട ഉണ്ടെങ്കിൽ സുഖമാണ്, നന്നായിട്ട് പാളിയിട്ട് കത്തും. അപ്പം നമ്മൾക്ക് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ചിക്കൻ ഞാനത് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് മുളകും പൊടി എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകും പൊടിയാണ് അപ്പോൾ അല്പം എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ആ പൊടികളൊക്കെ ഒന്ന് പിന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ കൂട്ടിയാൽ ഈ മസാലയ്ക്ക് നല്ലൊരു നിറമാണ്. അപ്പം മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇടുന്നുണ്ട്. നമ്മൾ ചിക്കൻ ഏതിലാണ് പൊരിക്കണമെന്ന് വെച്ചാൽ അതിൽ വെക്കണമെന്ന് വെച്ചാൽ അതിലാണ് നമ്മൾ ഈ ഒരു മസാല കൂട്ടിയെടുക്കേണ്ടത്. ഓയിലിൽ മസാല കൂട്ടിയും പൊരിക്കാൻ വെളിച്ചെണ്ണയാകുമ്പോൾ ഒരു പതഞ്ഞ് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പിന്നെ മസാലയൊക്കെ തേച്ച് കുറച്ച് സമയം വെച്ചു. നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം നമ്മളെ റോക്കറ്റ് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പീസ് ചിക്കന് ഇട്ട് കൊടുക്കുക. ഇതേപോലെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. കുറേയൊന്നും എണ്ണ ഒഴിച്ചിട്ടില്ല. നമുക്ക് ഈ എണ്ണയിൽ തന്നെ വേണം നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ. ഞാൻ കുറച്ച് ചിക്കൻ പീസ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ബാക്കി അടുത്ത ട്രിപ്പിൽ പൊരിക്കാം. അപ്പം ഞാനിതിലേക്ക് ഒരു 4 വെളുത്തുള്ളി തൊലി പൊളിക്കാതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചിക്കനെ അടി പിടിക്കാതെ വെക്കാനാണെന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീഡിയോയിൽ കണ്ടു. അപ്പോൾ അതിലേക്ക് കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു ചിക്കന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് പൊരിയേണ്ട ആവശ്യമില്ല. ഒരു സോഫ്റ്റായിട്ട് ഒരു ഹാഫ് വേഗിൽ പൊരിച്ചെടുത്താൽ മതി. ഞാനതിലേക്കുള്ള ഉള്ളി കട്ട് ചെയ്യാണ്. ഉള്ളി വലിയ പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഹാഫ് വേഗമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഫുള്ള് നന്നായിട്ട് മുരിഞ്ഞ് പൊരിക്കരുത്. അപ്പോൾ കറിയിലിടുമ്പോൾ അതൊരു സോഫ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ബാക്കിയുള്ള ചിക്കനും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ ചിക്കന് കോരിയ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉള്ളിയും ഇട്ട് വറുത്തെടുക്കണത്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ മുളകും പൊടി, ചിക്കനിലെല്ലാം മുളകും പൊടി ഇട്ടിരുന്നു. ആ മുളകും പൊടി ഈ ഒരു എണ്ണയിൽ ഇതായിട്ടുണ്ടാവും. അപ്പോൾ എരിവും ഇതിൽ തന്നെ ഉണ്ടാവും. നമുക്ക് ഈ എണ്ണ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കാപ്സിക്കം, തക്കാളിയും ഒരു 4 പച്ചമുളകും ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പും കൂടെ അരച്ച് പേസ്റ്റ് ആക്കിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എരിവിന് വേണ്ടി ഞാൻ കൂടുതലും പച്ചമുളകും ഇഞ്ചിയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ചിക്കൻ പൊരിക്കാൻ കൂട്ടിച്ചപ്പോൾ അതിൽ മുളകും പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കറിയിലേക്ക് ഞാനിപ്പോൾ മുളകും പൊടി ഇടുന്നില്ല. കുരുമുളകും പച്ചമുളകും ഇഞ്ചിൻ്റെ എരിവും അതുമാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മളെ പിന്നെ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ പൊരിക്കാൻ കൂട്ടിവെച്ചതിൽ ഉപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ ഉപ്പിട്ടാൽ മതി. കുറച്ച് ഉപ്പ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പിന്നെ ഉള്ളി മസാലകളൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊരു ഗ്രേവി ആകാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി
അല്പം വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കടായി നന്നായിട്ടൊരു ഗ്രേവി ആയിട്ട് കിട്ടും. ഞാൻ കടായിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പല്ല അരിച്ച് കൂട്ടൽ, അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്താണ്. ഇനി ഒരല്പം തൈര് ഒഴിക്കുന്നുണ്ട്. ഒരു 3 സ്പൂൺ തൈരാണ് ഒഴിച്ചത്. നല്ല പുളി ഉള്ളതാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിച്ച് ഒരു അല്പം കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിൽ ഗ്രേവി കുറവാണ്, അപ്പോൾ നമ്മൾ കോൺഫ്ലവറും കൂടി പാരുമ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് ടൈറ്റ് ആവും. അപ്പോൾ ഞാൻ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ കറിവേപ്പും കൂടി മുകളിൽ തൂക്കി കൊടുക്കുക. അപ്പം നമ്മുടെ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നെയ്ച്ചോറും ഉണ്ടാക്കിയിരുന്നു. റോക്കറ്റ് അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. നെയ്ച്ചോറും കടായും നല്ല സൂപ്പറായിട്ട് വെക്കാൻ പറ്റും. അടുപ്പ് സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും അടുപ്പൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്